ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നത് കുളിച്ചിട്ട് വേഗം വന്നിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ വരച്ച ഈ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഫ്രെയിം ഓർഡർ ചെയ്തിട്ട് ഞാൻ തന്നെ ഇത് ഫ്രെയിം ചെയ്ത് ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഫ്രെയിമൊക്കെ ഓർഡർ ചെയ്യുന്നത്. ആമസോണിന് ഇത് വളരെ റേറ്റ് കുറവിന് കിട്ടും. അപ്പോൾ ഞാൻ വരച്ച ചിത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ഫ്രെയിം ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് ജസ്റ്റ് ഒരു ക്ലിപ്പ് പോലെ ബാക്ക് സൈഡിലുണ്ട്. അതൊന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസ് കിട്ടും. ബേസിലേക്കാണ് നമ്മൾ ചിത്രം ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ക്ലിപ്സ്. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ടൂള് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു ഗ്ലാസ് ഷീറ്റ് ഉണ്ട്. നമ്മുടെ ശരിക്കുള്ള ഗ്ലാസ് അല്ല, ഒരു പ്ലാസ്റ്റിക് പോലത്തെ വേറൊരു എന്തോ ഒരു മെറ്റീരിയലാണത്, ഫൈബറോ എന്താണെന്നറിയത്തില്ല. എന്തായാലും അതൊരു ഗ്ലാസ് ഫിനിഷിലാണ് ഇരിക്കുന്നത്. അതും നമുക്ക് ഇതിന് മേലെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഈ മേലെ ഇതുപോലെ ഒരു ഷീറ്റ് ഉണ്ട്. അത് നമുക്ക് കൈവച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. റിമൂവ് ചെയ്താൽ മതി. രണ്ട് സൈഡിലും ഇത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബേസ് ഉണ്ടല്ലോ, അത് ആ ബേസായിട്ട് കൊടുത്തിരിക്കുന്ന പ്ലൈവുഡ് ആണെന്ന് തോന്നുന്നു. പ്ലൈവുഡ് പോലത്തെ അങ്ങനെ വളരെ നേർത്തിട്ടുള്ളൊരു ബേസാണത്. അതിലേക്കാണ് നമ്മൾ ഫോട്ടോ വെക്കേണ്ടത്. അപ്പോൾ ആദ്യം ഫ്രെയിം ഇങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യം കാണേണ്ടത് ഗ്ലാസ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഗ്ലാസ് വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ബേസിലേക്ക് ഞാൻ വരച്ച ആ ചിത്രം നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചിട്ട് ഇതെന്ത് ചെയ്യും, തിരിച്ചിതിലേക്ക് വെക്കുക, ക്ലിപ്പ് ചെയ്യുക. ഇത്ര പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഇത് കാണുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടിയല്ല, ഈസി അല്ല കേട്ടോ. ഞാൻ ആദ്യം ഈസിയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈസി അല്ല. കാരണം ആ ക്ലിപ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒതുക്കി വെച്ചാൽ മാത്രമേ ഇത് നമ്മുടെ അകത്തേക്ക് കടക്കാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബേസൊക്കെ കീറിപ്പോവും. നന്നായിട്ട് ഷേപ്പായിട്ട് അത് കയറി ഉള്ളിലേക്ക് പോകത്തുമില്ല. കാരണം എല്ലാം സെയിം സൈസിലാണ്. അപ്പോൾ ഒരു ട്രിക്കിൽ നമ്മളത് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അത് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി എത്രയും വേഗം ഗുരുവായൂർ പോയി ഭഗവാന് ഈ ചിത്രം സമർപ്പിക്കണം. എൻ്റെ ഒരു ആഗ്രഹം ക്ഷേത്രത്തിൽ അവിടെ എവിടെയെങ്കിലും പരിസരത്ത് ഇത് വെച്ച് കാണണമെന്നാണ്. അങ്ങനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ അത് സാധിച്ചു തരട്ടെ. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ സ്വന്തം കയ്യിൽ ചെയ്ത, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഫ്രെയിം വാങ്ങിച്ച് ഞാൻ ഫ്രെയിം ചെയ്തു.